ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോൾസ് ലോയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റോൾസ് ലോ, ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി റോൾസ് ലോയെ ബേസ് ചെയ്ത് ഒരു ബൈനറി ലിക്വിഡ് സൊല്യൂഷനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് റോൾസ് ലോ, binary liquid solutions can be classified into ideal and non-ideal solutions. ഒരു ബൈനറി ലിക്വിഡ് സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ആ രണ്ട് കമ്പോണൻസും ലിക്വിഡ്സ് ആണ്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനെ റോൾസ് ലോ ബേസ് ചെയ്ത് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ideal solutions and non-ideal solutions. And the first one is ideal solution. An ideal solution may be defined as the solution which obeys Rolle's law over the entire range of concentration and temperature. എല്ലാ ടെമ്പറേച്ചറിലും കോൺസെൻട്രേഷനിലും ഒരു സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ബട്ട് ദർ ഇസ് നോ സൊല്യൂഷൻ which behaves strictly as an ideal solution. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷനിൽ സാധാരണ ഒരു സൊല്യൂഷൻ റോൾസ് ലോയിൽ നിന്നും ഡീവിയേഷൻസ് കാണിക്കാറുണ്ട്. ഇനി ഒരു ബൈനറി ലിക്വിഡ് സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ അത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ആ സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണൻസിനെയും, അതായത് സോൾവെൻറ്റിനെയും സൊല്യൂട്ടിനെയും ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടും ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഒബേ റോൾസ് ലോ. ദാറ്റ് ഈസ് partial vapor pressure of each component is directly proportional to its mole fraction. And what is the mathematical expression for Rolle's law if the components of the solutions are A and B? It is PA is directly proportional to XA or PA is equal to PA0 XA. Similarly, PB is directly proportional to XB or PB is equal to PB0 XB. Here, PA is the partial vapor pressure of the component A and XA is the mole fraction of the component A and PA0 is the vapor pressure of the component A in the pure state. Similarly, PB is the partial vapor pressure of the component B, XB is the mole fraction of the component B and PB0 is the vapor pressure of the component B in the pure state. The second condition is that delta V mixing is equal to 0. Delta V mixing represents the change in volume during mixing of two components of the solution. For example, 5 ml A എന്നുള്ള കമ്പോണൻറ്റും 5 ml B എന്നുള്ള കമ്പോണൻറ്റും മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ വോളിയം 10 ml ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി കമ്പോണൻസ്. ഓക്കെ, സോ there is no change in volume, that is there is no increase or decrease in volume during the formation of an ideal solution. Third condition is that delta H mixing is equal to 0. Delta H mixing represents the enthalpy change during the mixing of two components of the solution. Delta H mixing is equal to 0 means there is no absorption or evolution of heat energy during the mixing of two components of a solution. അതായത് ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടി അതിലെ കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർപ്ഷനോ ഹീറ്റ് എവല്യൂഷനോ നടക്കുകയില്ല. ആൻഡ് ദ ഫോർത്ത് കണ്ടീഷൻ ഇസ് ദാറ്റ് the solvent and solute interactions are almost of the same type as that of the solvent-solute interactions. അതായത് സോൾവെൻറ്റ് പ്യുവർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസും സൊല്യൂട്ട് പ്യുവർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസും ഇവ തമ്മിൽ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിലെ സൊല്യൂട്ട് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇവിടെ ഇൻ്ററാക്ഷൻ എന്നുള്ളത് പ്രധാനമായും പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് മോളിക്യൂൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ആർ ഓൾമോസ്റ്റ് ഓഫ് സെയിം സൈസ് ആൻഡ് ഹാവ് ഐഡൻറ്റിക്കൽ പൊളാരിറ്റി.
ഏകദേശം സെയിം പാർട്ടിക്കിൾ സൈസുള്ള സൊല്യൂട്ടിനും സോൾവെൻറ്റിനും മാത്രമേ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ അവയുടെ പോളാർ നേച്ചറും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓൾമോസ്റ്റ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിളാണ് a solution of chlorobenzene and bromobenzene. Okay, and most of the dilute solutions behave as ideal solutions. ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അതിലെ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. ആൻഡ് യു നോ ദാറ്റ് ആൻ ഐഡിയൽ സൊല്യൂഷൻ ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വേപ്പർ പ്രഷറുമാണ്. ഇവിടെ രണ്ട് വൈ ആക്സിസ് വരയ്ക്കാൻ കാരണം രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻ സെയിം ഗ്രാഫിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ 0യിൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുകയാണ്. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ എ എന്നുള്ള കമ്പോണൻറ്റിന് എമൗണ്ട് കൂടുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹിയർ എക്സ് ബി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഹിയർ എക്സ് ബി ഈസ് ഈക്വൽ ടു 1. അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ എമൗണ്ട് കൂടുകയാണ്. ഓക്കെ, ആൻഡ് അറ്റ് ദിസ് പോയിൻറ്റ് the component A is in the pure state and the corresponding vapor pressure is PA0. And at this point the component B is in the pure state and the corresponding vapor pressure is PB0. So ഈ രണ്ട് എക്സ്ട്രീംസും പ്യുവർ സ്റ്റേറ്റിലുള്ള കമ്പോണൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സൊല്യൂഷൻ ഹാവിങ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അതായത് ഈ രണ്ട് പോയിൻറ്റ്സിലും എ എന്നുള്ള കമ്പോണൻറ്റും ബി എന്നുള്ള കമ്പോണൻറ്റും അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലായിരിക്കും. ഇതിനിടയിലുള്ള ഓരോ പോയിൻറ്റ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രണ്ട് കമ്പോണൻസിൻ്റെയും സൊല്യൂഷനെയാണ്. അവിടെ എന്താ വ്യത്യാസം വരുന്നത്? എയുടെയും ബിയുടെയും എമൗണ്ടിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഓരോ പോയിൻറ്റിലും എയുടെയും ബിയുടെയും എമൗണ്ട് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, സോ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ എയുടെ എമൗണ്ട് കൂടുകയാണ് അല്ലേ? As a result, its partial vapor pressure also increases and it is represented by this line. Okay, and at the same time, as we move from right to left, the partial vapor pressure of B also increases and it is represented by this line. And the total vapor pressure of the solution, that is P, is the sum of the partial vapor pressures of each component. So it is represented by this line. Thus, this is the graphical representation of variation of vapor pressure with the mole fraction of an ideal solution. Next, non-ideal solutions. The solutions which do not obey Rawls law and are accompanied by change in enthalpy and change in volume during their formation are called non-ideal solutions. So, ഒരു സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ, ആ സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യില്ല. ദസ് ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ പി എ ഈസ് നോട്ട് ഈക്വൽ ടു PA0 XA ആൻഡ് PB ഈസ് നോട്ട് ഈക്വൽ ടു PB0 XB. That is, partial vapor pressure of each component is not directly proportional to their mole fraction. Okay, സോ ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷനിലെ ഒരു കമ്പോണൻറ്റും റോൾസ് ലോ ഒബേ ചെയ്യില്ല. നെക്സ്റ്റ് കണ്ടീഷൻ, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതായത് രണ്ട് കമ്പോണൻസും മിക്സ് ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് 0 അല്ല. ഒന്നുകിൽ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആകും അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. രണ്ട് കമ്പോണൻസും മിക്സ് ചെയ്യുമ്പോൾ അവിടെ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? If that process is accompanied by absorption of heat energy, isn't it? രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ പ്രോസസ്സ് ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവായിരിക്കും. അതേസമയം രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ പ്രോസസ്സ് ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ
അവിടെ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ദ തേർഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദാറ്റ് ഈസ് during the formation of a solution there will be either increase or decrease in volume. Okay. അതായത് രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ വോളിയം ഒന്നുകിൽ മിക്സ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ ടോട്ടൽ വോളിയത്തിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. സോ ഒരു സൊല്യൂഷൻ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ വീണ്ടും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സൊല്യൂഷൻസ് ഷോയിങ് positive deviations and the second one solutions showing negative deviations. First we can discuss the case of solutions showing positive deviations. ഒരു സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. And the first condition is that PA is greater than PA0 XA and PB is greater than PB0 XB. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷനിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ റോൾസ് ലോ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റോൾസ് ലോ ബേസ് ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോട്ടൽ വേപ്പർ പ്രഷറിനേക്കാൾ ഹൈ ആയിരിക്കും. ഓക്കെ. Next condition is that delta V mixing is greater than 0. That is, change in volume during the mixing of two components for the formation of a non-ideal solution showing positive deviation is positive. That means there is increase in volume during the formation of a non-ideal solution showing positive deviation by mixing of two components. Okay. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം അതിൽ മിക്സ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിൻ്റെ ടോട്ടൽ വോളിയത്തിനേക്കാൾ കൂടുതലായിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0. That is, the enthalpy change during the mixing of two components for the formation of a non-ideal solution showing positive deviation is greater than 0 or positive. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. അതായത് ആ പ്രോസസ്സിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ. ഓർ ദാറ്റ് പ്രോസസ് ഈസ് ആൻ എൻഡോതെർമിക് process. Next condition is that solvent-solvent interactions and solute-solute interactions are stronger than solvent-solute interactions. Here, the solvent-solute interactions are weak. സൊല്യൂഷൻ ഫേസിൽ സോൾവൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ വീക്ക് ആയതുകൊണ്ട് അവ ഈസിയായി വേപ്പറൈസ് ചെയ്യും. ഓക്കെ. അങ്ങനെ കൂടുതൽ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദി റോൾസ് ലോ ആൻഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ also becomes greater than that expected from Rolle's law. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. ഇതിലെ ഡോട്ടഡ് ലൈൻസ് ആ സൊല്യൂഷൻ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിലെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന കർവ്ഡ് ലൈൻസ് ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ഗ്രാഫ്. റെഡ് കളറിലുള്ള കർവ്ഡ് ലൈൻസ് എല്ലാം ഡോട്ടഡ് ലൈൻസിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അല്ലേ? So from the graph it is clear that the total vapor pressure of the solution and the partial vapor pressure of each component in the solution is greater than that expected from the Rolle's law. Okay. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ ആണ് അസറ്റോൺ ആൻഡ് ബെൻസീൻ. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ കേസ് ഓഫ് സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻസ്. ഒരു സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് PA is less than PA0 XA and PB is less than PB0 XB.
നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷനിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ റോൾസ് ലോ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. കൂടാതെ അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റോൾസ് ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഡെൽറ്റ വി മിക്സിംഗ് ഇസ് ലെസ് ദാൻ 0. ദാറ്റ് ഈസ് change in volume during the mixing of two components for the formation of a non-ideal solution showing negative deviation is negative. That is, there is decrease in volume during the formation of a non-ideal solution showing negative deviation by mixing of two components. Okay. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം അതിൽ മിക്സ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിൻ്റെ ടോട്ടൽ വോളിയത്തിനേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ലെസ് ദാൻ 0. That is, the enthalpy change during the mixing of two components for the formation of a non-ideal solution showing negative deviation is negative. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. അതായത് ആ പ്രോസസ്സിൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ഓർ ദാറ്റ് പ്രോസസ് ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ്. Next condition is that solvent-solvent interactions and solute-solute interactions are weaker than solvent-solute interactions. Here, solvent-solute interactions are strong. സൊല്യൂഷൻ ഫേസിൽ സോൾവൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് അവ രണ്ടും ഈസിയായി വേപ്പറൈസ് ചെയ്യില്ല. സോ ഈ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പേഴ്സിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കംസ് ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം റോൾസ് ലോ ആൻഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓൾസോ ബിക്കംസ് ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം റോൾസ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. ഇതിലെ ഡോട്ടഡ് ലൈൻസ് ആ സൊല്യൂഷൻ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിലെ റെഡ് കളറിലുള്ള കേർഡ് ലൈൻസ് ആണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ഗ്രാഫ്. റെഡ് കളറിലുള്ള കേർഡ് ലൈൻസ് എല്ലാം ഡോട്ടഡ് ലൈൻസിൻ്റെ താഴെയാണ് കിടക്കുന്നത് അല്ലേ? So from the graph it is clear that the total vapor pressure of the solution and the partial vapor pressure of each components in the solution is less than that expected from Rolle's law. Example for solution showing negative deviation is chloroform and benzene. So these are the important conditions for a non-ideal solution to show positive or negative deviation from Rolle's law. I hope you understood the concept. Okay, thank you.